ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ഇനി നമുക്ക് എത്ര കയ്യിലൊതുങ്ങാത്ത പാത്രങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു ഇടികല്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പാത്രങ്ങളെല്ലാം അടുക്കി ഒതുക്കി വെക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും തന്നെ കാണാം. ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് നുറുക്ക് വിദ്യകൾ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. If you are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment and share. ഇന്നത്തെ എൻ്റെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, അതുപോലെ മധുരക്കിഴങ്ങ് ഇതൊക്കെ നമുക്കിനി വേവിച്ചെടുക്കാനായിട്ട് ഒരുപാട് വെള്ളമോ അല്ലെങ്കിൽ കുക്കറോ പാത്രങ്ങളോ ഒന്നും വേണ്ട കേട്ടോ. നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു രീതിയിൽ ആദ്യം തന്നെ ഞാനൊരു ദോശക്കല്ല്, പരന്ന പാത്രം എന്നാണ് ഉദ്ദേശിച്ചത്, ദോശക്കല്ല് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഏതാണോ വേവിച്ചെടുക്കേണ്ട സാധനങ്ങളൊക്കെ ഒന്നിട്ട് കൊടുത്തിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/4 കപ്പ്, 1/2 കപ്പ് അതിനിടയിൽ മാത്രം അളവിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കുക. ഒരു കുഴിയൻ പാത്രം വെച്ചിട്ട് മൂടി വെച്ചിട്ട് ആവിയൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെയിറ്റ് കൂടി വെച്ച് കൊടുത്താൽ, അപ്പം ഞാൻ ഇടികല്ലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെയിറ്റ് കൂടി വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു 15 മിനിറ്റ് ചെറു തീയിൽ ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതേപോലെ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങളിലുള്ളതെല്ലാം തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഒരുപാട് വെള്ളമോ അല്ലെങ്കിൽ ഗ്യാസോ ഒക്കെ ഉപയോഗിച്ചിട്ട് പാത്രങ്ങളും ഒക്കെ കേടാക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പച്ചക്കറികളൊക്കെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ക്യാരറ്റൊക്കെ ചേർത്ത് നല്ല മധുരമൊക്കെ ഉള്ള ഒരു പാൽപുട്ടിൻ്റെ റെസിപ്പിയാണ്. ഈ പുട്ടിൻ്റെ മാവ് എങ്ങനെയാണ് റെഡിയാക്കുക എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ചെമ്പാ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 2 കപ്പ് ചെമ്പാ പുട്ടുപൊടിക്ക് ഞാൻ 1.5 കപ്പ് തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട്. അതായത് 1 കപ്പിന് 3/4 കപ്പ് തേങ്ങാപ്പാൽ, വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കുഴച്ചെടുക്കുക. അടുത്തതായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക. നെയ്യിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നട്ട്സൊക്കെ ചേർത്ത് കിസ്മിസൊക്കെ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് അല്പം തേങ്ങ ചിരകിയതും പിന്നെ ആവശ്യമെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു നെയ്യിലൊക്കെ കിടന്നിട്ട് നല്ലൊരു സ്മെല്ല് കിട്ടുന്നതാണ്. ഇനി നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്തതിന് ശേഷം ക്യാരറ്റ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ആ ചൂടാറിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു പുട്ടിൻ്റെ മാവിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ടൂട്ടി ഫ്രൂട്ടി കയ്യിലുണ്ടെങ്കിൽ മാത്രം അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ ആ പുട്ട് കഴിക്കുന്ന സമയത്ത് അത് കടിക്കാൻ കിട്ടുന്നതൊക്കെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്ത് ഇനി നമുക്ക് പുട്ടുകുറ്റിയിൽ ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വേറെ കറികളൊന്നും വേണ്ടാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള പാൽപുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതും ചെമ്പ പുട്ടുപൊടി കൊണ്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്തതായിട്ട് പറയുന്ന ടിപ്പ്, ഒട്ടും തന്നെ കെമിക്കലൊന്നും ചേർക്കാതെ നമുക്ക് നമ്മുടെ സ്കിന്നിനായാലും മുടിക്കായാലും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള അലോവേറ ജെല്ല്, കറ്റാർ വാഴയുടെ ജെല്ല് എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാനത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നാക്കി വെള്ളം ഒഴിച്ച്, വെള്ളം എത്ര വേണമെങ്കിലും ഒഴിക്കാം. അടിച്ചെടുക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഊറി കിട്ടുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ, നമുക്ക് കുറച്ച് നേരം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. കുറഞ്ഞത് ഒരു 4 മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കാം. ശേഷം അതെടുത്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കളർ ചേഞ്ച് ആയിട്ട് വെള്ളം കാണുന്നുണ്ടാവും. നമുക്കിനി അത് ആവശ്യമില്ല, അത് നമുക്ക് ഒഴുക്കിക്കളയാം. അതിനുശേഷം കിട്ടുന്ന ആ താഴെ ഊറി കിട്ടുന്ന ആ ഒരു വെള്ള സാധനം ഉണ്ടല്ലോ, ആ സ്റ്റാർച്ച്, അതാണ് നമുക്ക് ആവശ്യമുള്ളത്. പക്ഷേ ഒന്നുകൂടി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്നും കൂടി ചെയ്ത പ്രോസസ്സ് തന്നെ ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. എന്നിട്ട് ആ വെള്ളം കൂടി കളഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാർച്ച് റെഡിയായി കിട്ടും.
ഇനി അടുത്തത് ഞാൻ കറ്റാർ വാഴ ഒരു 3 തണ്ടെടുത്തിട്ട് നന്നാക്കുന്നുണ്ട്. നന്നാക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. കുറച്ച് നേരം, അതായത് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഉടനെ തന്നെ ഉപയോഗിക്കരുത്. അത് ഒന്ന് കുത്തിച്ചാരി വെക്കുക. അപ്പോൾ അതിൻ്റെ ഒരു മഞ്ഞ കളറിലുള്ളൊരു ലിക്വിഡ് അതിൽ നിന്ന് പോകും. കാരണം അത് ചൊറിച്ചിലുണ്ടാക്കുന്നതാണ്. അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് സ്കിൻ അലർജി ഉണ്ടാവും. അപ്പോൾ അത് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനുശേഷം കറ്റാർ വാഴ ഒന്ന് 2 സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിനുള്ളിലുള്ള ജെല്ല് മാത്രം നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ചുരണ്ടിയെടുക്കാം. അതിനുശേഷം ആ ചുരണ്ടിയെടുത്ത ആ ഒരു ജെല്ലുണ്ടല്ലോ, അതൊന്ന് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക. ഒരു ജെല്ലി ഒരു ടൈപ്പായിരിക്കും. നമ്മൾ കഴുകിയെടുക്കുമ്പോഴൊക്കെ ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടാവും, എന്നാലും അതൊന്നും കാര്യമാക്കേണ്ടതില്ല. എന്നിട്ട് അത് കഴുകിയെടുത്ത ആ ജെല്ല് നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് വെള്ളം ഒട്ടും ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം അതും ഇതുപോലെ തന്നെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത കറ്റാർവാഴ ജ്യൂസ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനിയൊരു ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമുക്ക് ഈ കറ്റാർവാഴയുടെ ജ്യൂസ് ഒരു പാത്രത്തിനുള്ളിലായിട്ട് ഈ കുഞ്ഞിപ്പാത്രം ഇറക്കി വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു പൊട്ടാറ്റോ സ്റ്റാർച്ച് ഉണ്ടല്ലോ, ആ സ്റ്റാർച്ച് അതിലേക്ക് കുറേശ്ശെ ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തുടരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ വെള്ളം തിളക്കുന്നതിനോടൊപ്പം തന്നെ ആ ഡബിൾ ബോയിൽ മെത്തേഡിൽ നമ്മുടെ ജെല്ല് നന്നായിട്ട് കുറുകി വരും, നല്ല ജെൽ പരുവത്തിലാകും. എന്നിട്ട് അത് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ടാവും സ്കിൻ കെയർ ഓയിൽ അല്ലേ. അപ്പോൾ ഏത് തരം സ്കിൻ കെയർ ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3-4 ഡ്രോപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് അലോവേര ജെൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിൽ കറ്റാർ വാഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്തതായിട്ട് പറയുന്നത്, നമുക്ക് എത്ര തന്നെ സ്ഥലം അടുക്കളയിൽ ഉണ്ടെന്നുണ്ടെങ്കിലും പാത്രങ്ങളൊക്കെ അടക്കി ഒതുക്കി വെക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. ചില സമയങ്ങളിലെങ്കിലും നമ്മൾ ബുദ്ധിമുട്ടാറുണ്ട്. അതിനുള്ള സൊല്യൂഷനാണ് അടുത്ത ടിപ്പ്. അപ്പോൾ ഒരു ഇടികല്ല് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര തന്നെ പാത്രങ്ങൾ ഉണ്ടെങ്കിലും അടക്കി ഒതുക്കി ഒരുപാട് സ്ഥലമൊന്നും ഇല്ലാണ്ട് തന്നെ ഒറ്റയടിക്ക് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടികല്ല് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ പാത്രങ്ങളൊക്കെ ഇതിൻ്റെ മേലെ അടക്കി വെക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം. പാത്രങ്ങൾ ചെറുതാവട്ടെ വലുതാവട്ടെ നമ്മുടെ കയ്യിൽ ഇതുപോലെ ഒത്തിരി ഉണ്ടാവും അല്ലേ. അപ്പം നമുക്ക് ആദ്യം തന്നെ ഞാൻ കല്ല് ഇതുപോലെ ഞാൻ കമഴ്ത്തി വെക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന പാത്രങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് കമഴ്ത്തി വെക്കാം. അപ്പം ഈ രീതിയിൽ ഒതുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പാത്രങ്ങൾ വരെ നമുക്ക് ഈ ഒരു ഇടികല്ലിന്റെ മേലെ തന്നെ വെക്കാനായിട്ട് കഴിയും. കണ്ടോ, ഇപ്പൊ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പാത്രങ്ങൾ ഇതിന്റെ മേലെ വെച്ചിട്ടുണ്ടെന്നുള്ളതൊന്നും തോന്നുന്നില്ല. എന്നാൽ ഒരുപാട് പാത്രങ്ങൾ നമ്മൾ ഇതിന്റെ ഉള്ളിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വട്ടമെങ്കിലും ഇടികല്ലുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ പാത്രങ്ങൾ കഴുകി കമഴ്ത്തുന്ന സമയത്ത് ഇനി ട്രേയോ ബേസിനോ ഒന്നും ആവശ്യമില്ല. ഈ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.